വ്യാജന്റെ തനിനിറം പുറത്തായി. മഹാരാഷ്ട്രയിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിയ ആൾദൈവം അശോക് ഖരാത്തിനെതിരെ പരാതി പ്രളയം. ഗർഭിണിയായിരിക്കെ തന്നെ പീഡിപ്പിച്ചെന്നടക്കമാണ് പുതിയ പരാതികൾ ഉയർന്നത്. അതേസമയം പീഡന ദൃശ്യങ്ങളെല്ലാം ഒളിക്യാമറ വെച്ച് പകർത്തുന്നത് ഇയാളുടെ വിനോദമായിരുന്നു. ഇയാളുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ 66ലധികം ദൃശ്യങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. മുംബൈയിലെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ രംഗത്തടക്കം സജീവ സാന്നിധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യക്തിത്വവുമൊക്കെ അടുത്ത ബന്ധമുള്ള ആളുകൂടിയാണ് ഈ അശോക്. മഹാരാഷ്ട്രയുടെ എപ്സ്റ്റീൻ ഫയൽ എന്ന പേരിൽ വലിയ വിവാദമായി മാറിയ സംഭവമാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരു ആൾ ദൈവം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവം. ഒരു പരാതിയിലാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് പരാതികളുടെ പ്രളയമാണ് ഈ കേസിൽ ഉണ്ടായത്. ഒരു യുവതി തന്നെ ഈ ആൾ ദൈവം അശോക് ഖരാത്ത് എന്നയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പോലീസിൽ പരാതി നൽകുന്നു. പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 60ഓളം വീഡിയോകളാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയത്. ഇതൊക്കെ തന്നെ ഇയാൾ തന്നെ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുകയും ഇതേ വീഡിയോകൾ സ്ത്രീകളെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചു എന്നുമുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തി വലിയ തോതിൽ പണം തട്ടിയതായും പോലീസിന് വിവരമുണ്ട്. സമീപകാലത്ത് ഇയാൾ വാങ്ങിക്കൂട്ടിയ സമ്പത്തുകളുടെയൊക്കെ കണക്ക് പോലീസ് എടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇയാൾ വാങ്ങിക്കൂട്ടി എന്നതിനുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കേസ് ഈ വിധം മുന്നോട്ട് പോകുന്നതിനിടെയാണ് കൂടുതൽ പരാതികൾ ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന പരാതി ഇയാളുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്ന ഒരു ജീവനക്കാരൻ്റെ ഭാര്യയാണ് നൽകിയത്. ഈ പീഡനം ഏൽക്കുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. ആരോഗ്യമുള്ള ഒരു കുട്ടി ജനിക്കാനായി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഈ സ്ത്രീയെ വശത്താക്കുന്നത്. പിന്നീട് അവരെ ലൈംഗികമായി ഉപദ്രവിച്ചു, അവരുടെ എതിർപ്പിനെ മറികടന്ന് അവരെ ഉപദ്രവിച്ചു എന്നതാണ് പരാതി. പിന്നാലെ ഭർത്താവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പരാതി നൽകാൻ അവർക്കന്ന് ധൈര്യമുണ്ടായിരുന്നില്ല, കാരണം ഇയാളുടെ സ്വാധീനമൊക്കെ നന്നായി അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് അന്ന് പരാതിപ്പെടാൻ ധൈര്യമുണ്ടായില്ല. ഇന്ന് ഇയാൾ അറസ്റ്റിലായ സ്ഥിതിക്കാണ് അവർ പരാതിയുമായി മുന്നോട്ട് വന്നത്. അങ്ങനെ നിരവധി പരാതികൾ, ഗർഭിണിയായിരിക്കെ പീഡിപ്പിച്ചതടക്കമുള്ള പരാതികളാണ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പ്രതിയുടെ അശോക് ഖരാത്തിന്റെ സ്വാധീനങ്ങളെക്കുറിച്ച് ഉള്ള പുതിയ പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വിവാദമായത് വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ഇയാളുടെ അടുത്ത അനുയായിയായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ കാലൊക്കെ കഴുകി നൽകുന്ന വീഡിയോ പുറത്തു വന്നതോടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് മഹാരാഷ്ട്രയിൽ രാജിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അവർ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യവുമാണ്. ഏതായാലും പുറത്തു വന്ന വീഡിയോകൾ, അതിലൊക്കെയുള്ള ഇരകൾ, അവരുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഇനിയും വരും ദിവസങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.